അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ചെറിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള്. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പം നമ്മുടെ വീഡിയോസ് കണ്ട ഇത്രയും നാളത്തെ ആളുകൾക്ക് നമ്മുടെ വക എന്തു പറയുന്നു? ചെറിയ പെരുന്നാൾ ആശംസകൾ. എൻ്റെ കുട്ടി കൈകൊട്ടി വിജയിപ്പിച്ചിരിക്കണേ. ഓക്കെ 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 ഓക്കെ. അപ്പം എൻ്റെ കുട്ടി വന്നിട്ടുള്ള ആദ്യത്തെ ചെറിയ പെരുന്നാളാണ്. അപ്പം ചെറിയ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ വക ഈദ് മുബാറക്ക്. അങ്ങനെ നോമ്പ് 30 കിട്ടിയില്ല അല്ലേ, 29 നോമ്പും നമ്മൾ നോറ്റ് വീട്ടി പാപങ്ങളെല്ലാം പുറത്ത് തരട്ടെ, ആമീൻ. ഓക്കെ, എത്ര പെട്ടെന്നാണ് 30 നോമ്പും 29 നോമ്പും കഴിഞ്ഞ് പെരുന്നാളായത് അല്ലേ. നമ്മൾ പ്രാവശ്യം പെരുന്നാളിൻ്റെ തലേദിവസമാണ് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനപ്പെട്ടിട്ടുള്ളിൽ എന്താണ് ഒരു ഒളിപ്പിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിൽ എഴുതിയത് കണ്ടില്ലേ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞ ഷുഗർ ഫിൽസിൻ്റെ ഒരു ഷോക്കേസ് കിട്ടിയിട്ടുണ്ട്. ഈ ഷോക്കേസിൻ്റെ ഉള്ളിൽ എന്ത് നിധിയാണ് ഉമ്മാനെ കാത്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ ഞങ്ങൾ ഒരു അടിപൊളി പെരുന്നാൾ വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. രാവിലെ മോർണിംഗ് തൊട്ടിട്ടുള്ള നമ്മുടെ വിശേഷങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഉമ്മ കയറി ഇരിക്കുന്നുണ്ട് ഉമ്മാൻ്റെ പെട്ടി തുറക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പെട്ടി ബാലറ്റ് പെട്ടി തുറന്നപ്പോൾ ഹാജറ ഞെട്ടി. ഓക്കെ, എന്തിനാ? ഓ ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ എന്താണ് അതിനുള്ളത് എന്നുള്ളത് കാണാം. തുറക്കി. എന്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം ഉറുപ്പ്യ. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടേ? നല്ലൊരു സാധനങ്ങൾ. ഓ, പൈസ കിട്ടി പൂതിയില്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ പോയിട്ട് മണ്ടു. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ, അത് ഞാൻ ഗൈസ് നിങ്ങൾക്കൊക്കെ ഒരു ഉപകാരമുള്ള ഒരു സംഭവമായിട്ട് ഞാൻ വരുന്നുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിങ്ങനെ അത് വരും അല്ലേ. അത് നല്ല പരിപാടിയല്ലേ. ഓ ഓക്കെ, അപ്പൊ എന്റെ കുട്ടി ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് തുറക്കാം ഗൈസ്. അപ്പൊ നമ്മളിതാ അങ്ങനെ തുറക്കരുത്, ഈ സാധനം ആദ്യം അയക്കണോ ഗൈസ്. അത് അയക്കാ, മെല്ലെ അയച്ചാ മതി. ഉടുപ്പ് വരുന്ന മാതിരി അയച്ചോളി. മോൾക്കൂടെ എടുത്തോ, നീ ബാക്കിൽ കെട്ടാ അടി കൂടെ എടുക്ക. അങ്ങനെ ഉടുപ്പ് വരില്ലേ, അതേമാതിരി ഉടുപ്പ് വരിക. അത് പോരണ്ട, ഇനി ഇങ്ങനെ വെച്ചോ. ഒന്നുമില്ല, അങ്ങനെ നോട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഇട്ടാ മതി. ഓക്കെ, അപ്പൊ എന്താണ് ഗൈസ് ഉമ്മയുടെ കിട്ടിയ ഗിഫ്റ്റ് പെട്ടിയുടെ ഉള്ളില്? മാഷാ അല്ലാ, ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ആദ്യം മുസായിഫ് ഇടിക്കുമ്പോ നമുക്ക് നല്ല ഒരു മുസായിഫ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മുസായിഫ്, നല്ല വലിയ അക്ഷരത്തിൽ തന്നെ എഴുതിയിരിക്കണേ. ഓക്കെ, അപ്പൊ ഉമ്മാക്ക് കിട്ടിയ പെരുന്നാൾ സമ്മാനം നല്ലൊരു സമ്മാനമാണ്. കണ്ടു പോയിക്കണമെന്നുള്ളൂ, തല വെച്ചിട്ടാ വായിക്കണമെന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും മുസായിഫ് കിട്ടി. ഇനി ഇതെന്താ ഒരു സെഞ്ചി, എന്താ തുറന്നു നോക്കി. ഓക്കെ, ആണോ? അപ്പൊ അത് ഉമ്മ നിസ്കാര കുപ്പായാണെന്ന് ഉമ്മ പറയുന്നുണ്ട്. തുറക്ക്. യെസ്, നിസ്കാര കുപ്പായം. യെസ്, അതൊക്കെ നല്ല. അത് തൊപ്പിയല്ല, അത് കയ്യാ. നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, നല്ലൊരു നിസ്കാര കുപ്പായം കിട്ടിയിരിക്കുന്നത്. അത് വെള്ളയല്ല കേട്ടോ,
ചളി ആയാലും അറിയാത്തൊരു ഓഫ് വൈറ്റ് പോലത്തെ കളർ, ചന്ദന കളറാ. ഓക്കെ, അപ്പോൾ അടിപൊളിയായി. നിസ്കാരക്കുപ്പായം കിട്ടിയിട്ട് ഇനി പർദ്ദ പോലെ, ഇനി പർദ്ദ ഉള്ള പർദ്ദ ആദ്യം അടി. ഓക്കെ, അപ്പോൾ മുസാഫായി, ഇതായി. ഇനിയുള്ളത് എന്താണ്? ഇത് ഉണ്ടാവും. നിസ്കരിക്കട്ടെ വെച്ചിട്ട് തന്നെ കൊടുത്തു കേട്ടോ. അതായത് മക്കടെയും മദീനയോടൊന്നും ഫോട്ടോ ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരു മുസല്ല കേട്ടോ. ഓക്കെ, ഇതാണോ ഒക്കെ ഒരു നല്ല കളർ ടച്ചിൽ ഉമ്മക്ക് കിട്ടിയിരിക്കണേ. ഒന്ന് വാങ്ങണമെന്ന് നിങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഉമ്മാക്ക് ഗിഫ്റ്റ് കിട്ടി കാശ്. അത് വലിയ നല്ലതിനല്ല. വലുതെന്തെങ്കിലുമൊക്കെ വിചാരിക്കൊണ്ടു. ഇനി കഴിഞ്ഞോ? അത് തുറക്കി. ഇതില് ആ ഒരു മുട്ടായി കട ആവുകൊണ്ട് മുട്ടായി ഇല്ലാത്തൊരു പരിപാടിക്ക് പോലും നിൽക്കൂല. ഓക്കെ ഗായ്, ഇതിന്റെ ഷുട്ടി തിന്ന് 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 തിന്ന്. അപ്പൊ ഗായ്സ്, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഈ പെട്ടി മാത്രം മതി ഗായ്സ്. ഈ പെട്ടി ഞാൻ അങ്ങോട്ട് എടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ പെട്ടി കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ. എങ്ങനെങ്കിലൊക്കെ എനിക്ക് ചെറിയ യാത്രകൾ പോകണമെങ്കിൽ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടുപോവാം. ഒരു പാൻറ് ഒരു കുപ്പായൊക്കെ കൊണ്ടുപോകുന്നിടത്തേക്ക് ബെസ്റ്റാ. ഓക്കെ, എന്തായാലും കാണാനും വൃത്തിയുണ്ട്. ഞാൻ എവിടേക്കെങ്കിലും കൊണ്ടുപോകണ്ട, ഞാൻ കൊണ്ടുപോയിക്കൊണ്ട്. ഇത് ഞാൻ ഓക്കെ. അപ്പൊ എന്തായാലും കിട്ടിയ ഗിഫ്റ്റ് എന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? പന്നീന്നോ? ഇതൊക്കെ തന്നിട്ട് പന്നിയോ? നന്ദിയോ? ഓക്കെ ഓക്കെ. അപ്പൊ ഷുഗർ ഫിൽസിന്റെ നല്ല ബർക്കത്ത് നൽകട്ടെ. ആമീൻ. അപ്പൊ എന്താ, ചെറിയ പെരുന്നാളായിട്ട് നല്ല ഗിഫ്റ്റ് കിട്ടിയിട്ട് എല്ലാരോടും സന്തോഷം. ഒരു ഈദ് മുബാറക്ക് പറഞ്ഞാളി. ആര്? അങ്ങനല്ല, ഈദ് മുബാറക്ക്. ഈദല്ലേ? ഏതാ അതില്? ഓക്കെ. അപ്പൊ ഗൈസ്, ഇനി അധികം ഒന്നും വലിച്ച് നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നു ഈ ഗിഫ്റ്റ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ പെട്ടി പൊട്ടിക്കുന്നുള്ളത്. ബാക്കി എപ്പോഴാണ് കുട്ടിക്ക് മൈലാഞ്ചിട്ട് കൊടുക്കണേ? അപ്പൊ നാളെ ഗൈസ്, നാളെ കുട്ടിയുടെ ഡ്രസ്സ്, അതേമാതിരി സിനുവിന്റെ ഡ്രസ്സ്, അതേമാതിരി ഉമ്മന്റെ ഡ്രസ്സ് വെട്ടേണ്ടി വരും. ഉമ്മക്ക് ഡ്രസ്സ്, ചെരുപ്പ്, പിന്നെ ഞാനെടുത്ത ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് നാളെ നമ്മൾ പെരുന്നാൾ കൊള്ളും അല്ലേ? എന്തായാലും ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ നാളെ കാണാം. എന്താ നാളത്തെ ഫുഡ്? നെയ്ച്ചോറും കോഴിക്കറി, അത് തേങ്ങ അരക്കണ്ട. പിന്നെ കുറച്ച് കച്ചമ്പറും, പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചാൽ മാത്രം മതി. അധികം ഒന്നും വേണ്ട. പപ്പടം പൊരിച്ച് കുറച്ച് പുളിയഞ്ചിയും വെച്ചാൽ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ എന്തായാലും ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുന്നു ഗൈസ്. ബൈ ബൈ.